KGMയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്തില്ല. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ കാണണ്ട. കാരണം നമ്മളിപ്പോഴും ഹെൽത്ത് സർവീസിനെ സംബന്ധിച്ച് 1961 സ്റ്റാഫ് പാറ്റേൺ ആണ് നിലവിലുള്ളത് ഇപ്പോഴും. അതായത് അന്ന് നമ്മൾ ആലോചിക്കണം, ഇന്നും ഒരു 3,60,00,000 ജനസംഖ്യ ഉണ്ടെങ്കിൽ 1961 അതിന്റെ പകുതിയിലും താഴെയാണ്. അപ്പൊ ഇത്രയും പോപ്പുലേഷൻ വർദ്ധിച്ചു. 2014 34% ആളുകളാണ് പബ്ലിക് സെക്ടറിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ചികിത്സ തേടിയിരുന്നത്. അത് ഏതാണ്ട് 50%-ഓളമായി ഇപ്പോൾ. അപ്പോൾ ഇത്രയും വർധനവുണ്ടായി, പോപ്പുലേഷൻ ഡബിളായി, വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടും അന്നത്തെ അപേക്ഷിച്ച് നമ്മുടെ ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടില്ല. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഈ അടുത്തൊരു 202 പോസ്റ്റ് ഡോക്ടർമാരുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കം വന്നു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, DHS കൊടുത്ത പ്രൊപ്പോസലിൽ 1350 പോസ്റ്റുകളാണ് കേവലം 202 പോസ്റ്റ് മാത്രമായിട്ട് അലോട്ട് ചെയ്തത്. ഒരു ഡോക്ടർക്ക് എത്ര സമയം ഒരു രോഗിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും? ഒരു രോഗി രോഗമായി വരുമ്പോൾ അയാളുടെ രോഗവിവരം കേൾക്കാൻ, പരിശോധിച്ച്, ഇൻവെസ്റ്റിഗേഷൻ എഴുതി ചികിത്സിക്കാനായിട്ട് എത്ര സമയം കൊടുക്കണം? ഇപ്പൊ എത്ര കൊടുക്കാൻ പറ്റുന്നുണ്ട്? നമ്മളത് ആലോചിക്കേണ്ട ഒരു വിഷയമല്ല. ഒരു 200-300 രോഗികളെ ഒരു ഡോക്ടർ ഒരു 1-2 മിനിറ്റ് ഒരു ഡോക്ടർക്ക് നിലവിൽ കിട്ടുന്നുള്ളൂ. സമരത്തിലാണ് അത് 1-2 മിനിറ്റ് കിട്ടുന്നുള്ളൂ. അതൊരു 5 മിനിറ്റ് പോട്ടെ, ഒരു 5-10 മിനിറ്റ് കിട്ടുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ക്രിയേഷൻ ഇവിടെ ഉണ്ടാവണം. അതിന് ഒരു നടപടികൾ ഉണ്ടാവണം എന്നുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.